ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനാണ്. സംഭവം ഗിഫ്റ്റ് തന്നത് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇപ്പം തരുന്നത്. എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 21 ആയിരുന്നു. പക്ഷേ അപ്പോൾ ഞാനുണ്ടായിരുന്നില്ല, എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നില്ല. എൻ്റെ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് GD കുട്ടീസ് എന്നാണ്, ഗൗരി ദേവദർശ്. അപ്പോൾ അനിയനും ചേച്ചിയും വിളിച്ച് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ഗിഫ്റ്റ്. ഒന്നും അറിയില്ല, 11 ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. നീ പൊട്ടിക്ക, കവർ പൊട്ടിക്കട്ടെ. സിസ്റ്റേഴ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിക്കല്ലേ, ഇവിടെ നിങ്ങടെ പൊട്ടിച്ചോ, അതൊക്കെ പൊട്ടിക്കിട്ടെ. ഇവിടെ നിങ്ങടെ പൊട്ടിച്ചോ, വേറെ കവറിലേക്ക് കൈ കൊണ്ട് പൊടിച്ചിട്ടുണ്ട്. കൈ കൊണ്ടാക്കടി. ഗിഫ്റ്റ് പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് റാപ്പ് ചെയ്തത്. കൈ എന്തൊക്കെയൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവളതിന് ആൻസർ പറയുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നീ അവിടെ വെക്കുക ആദ്യം. അത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നീ ജനിക്കുമ്പോൾ എനിക്ക് എത്ര വയസ്സായിരുന്നു? 1 വയസ്സ്. ഉറപ്പിച്ച? 1.5 വയസ്സ്. അടുത്തോ? ഇപ്പൊ തന്നെ പൊട്ടിക്കട്ടെ. അൺബോക്സിങ് ചെയ്തോളൂ. ഇവിടെ കിടന്ന് പതുക്കെ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ സാധനം കൂടെ പൊട്ടിയൊന്നും ഇല്ല. കൈ കൊണ്ട് എന്തായാലും സൈഡ് മാത്രമേ പൊട്ടിച്ചു. അവളല്ലേ പൊട്ടിച്ചത്? തന്നെ ഞാൻ തന്നെ പൊട്ടിച്ചത്. ഫസ്റ്റത്തെ ഒരു ബ്ലൈൻഡ് ബാഗ് ആണ് കേട്ടോ. രണ്ടാമത്തെ, ചന്ദമാവിന്റെ റിയൽ നെയിം എന്താണ്? ജെ വെച്ചിട്ടാണ്, ജീന്നാണ്. ജിലു, അങ്ങനെ ഒരു ജിലുവിന്റെ മാച്ച് ആയിട്ടിട്ട് ജി വെച്ചിട്ട് JI. ജീവൻ. ഉറപ്പിച്ച? ജിത്തു. കൈ കൊണ്ടാക്കിയതല്ലേ, കൊടുക്കണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ്? ഒക്ടോബർ 20. കറക്റ്റ്. വലുത് തന്നെ ഫസ്റ്റ് എടുക്കുന്നത്. ക്രേപ്പ് പേപ്പർ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണ്? എനിക്ക് റോസ്. കറക്റ്റ്. അവനെ വേണമെങ്കിൽ പൊടിച്ചു. എന്ത് സംഭവം? അതല്ലേ നീ തുറക്കണം. ഹാപ്പി ബർത്ത്ഡേ മാളു, ഐ ലവ് യു, താങ്ക് യു ഫോർ ബീയിങ് എ ഗുഡ് സിസ്റ്റർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്രാഫ്റ്റ് വന്നിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായിട്ടും പഠിക്കുന്ന ഹോസ്റ്റൽ ഏത് സ്ഥലത്താണ്? കൊട്ടാരക്കര, കൊല്ലം. അറിയില്ല വിചാരിച്ചു, നമുക്ക് മറന്നുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ ഫോണിൽ ഇന്നലെ കണ്ടു.
എന്നെ കണ്ടോ യൂട്യൂബില് ബുക്കാ നല്ല രസമുണ്ട് ബുക്കല്ല മോളെ, ഇങ്ങോട്ട് തുറക്ക്. ഇങ്ങോട്ട് ഫസ്റ്റ് ലവ്ലി സിസ്റ്റേഴ്സ്. Lovely sisters, many many happy returns of the day. I love you. അവിടെ ഇരിക്കുന്ന ഇത് നീയാണ്. ബ്യൂട്ടിഫുൾ യു. ഓക്കെ, ബ്യൂട്ടിഫുൾ, ഹെൽപ്ഫുൾ, ബ്രേവ്, പ്രറ്റി. ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സിൻ്റെ പേര്, ആ സ്റ്റിക്കറിൻ്റെ പേരെന്താ? കവായി സ്റ്റിക്കർ. കറക്റ്റ്. ഇതൊക്കെ ആർക്ക് പറയാം മണ്ടത്തരം. എനിക്ക് ഇന്ന് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വായിക്കാൻ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ആവട്ടെ. ശരി. സ്റ്റിക്കി നോട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എടുക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ സ്റ്റിക്കി നോട്ട്. പറയാനും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയച്ഛൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ്? മെയ് 20. എടുത്തോ. ഇതെന്ത് കവായി സ്റ്റിക്കർ ഉണ്ടാക്കി. കവായി സ്റ്റിക്കർ നീ അന്ന് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ, കടിൽ ക്ലൗഡ് ഇല്ലേ, ആ കടിൽ ക്ലൗഡത്തെ ചേച്ചിന്റെ പേരെന്താ? ഒരു ഊഹം വരും. മറന്നുപോയി. എ വെച്ചിട്ട് തുടങ്ങുന്നത്. രണ്ടാമത്തെ 6. ആര്യ. കറക്റ്റ്. ഓക്കെ, സത്യം ഇത് കടിൽ ക്ലൗഡിലെ ചേച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഹായ്, ക്യൂട്ടായിട്ടുള്ള ഒരു പിക്കാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നല്ലപോലെ ആകെ ഉള്ളത് 3 എണ്ണമാണ്. അവൾ അടുത്തത് ഏതെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താണ്? സിമ്പിളാണ്. നിവേദ്യ. ഒരാൾ ബെസ്റ്റ്. ചേച്ചിയാണ് എല്ലാവർക്കും അറിയാം കേട്ടോ. ആർക്കും അറിയാം. നിന്റെ തന്നെ കമ്മലാണ് ഇവിടെ വെച്ചിട്ട് പോയിരുന്നത് ഒരു മാസം മുമ്പ്. മിണ്ടാണ്ടിരുന്നോടെ അതിൻ്റെ ആണിയൊക്കെ എനിക്ക് അറിയില്ലത് അവിടെയാണ്. ഞാൻ തപ്പിത്തരണ്ടില്ല. അടുത്തത് എൻ്റെ സ്റ്റിക്കേഴ്സ് ഇല്ലേ, കവായി സ്റ്റിക്കേഴ്സിൻ്റെ തീം എന്താണ്? ഞാൻ നിനക്ക് തന്നേ ഉള്ളൂ, അതിൽ ഉണ്ട്, നീ തീർക്കാൻ പറ്റില്ല. എന്ത് തീമാണ്? ഒരു കാർഡ് പോലത്തെ സാധനം തന്നില്ലേ, അതിൽ എഴുതിണ്ടായിരുന്നത്. വേഗം പറഞ്ഞോളി. നോക്കട്ടെ, ഞാൻ നോക്കാൻ പോകുന്നത്. ഫുഡി പാർട്ടി. എടുത്തു നോക്കരുത് പറഞ്ഞാൽ അത് തന്നെ ചെയ്യുന്നു. പറ്റിച്ച് നമ്മൾ മാളുവിനെ ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ അവളെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവൾക്ക് 10 ഗിഫ്റ്റാണ് ആകെ കിട്ടിയത്. അത് വേണമെങ്കിൽ എടുത്ത് വെക്കാലോ. അടുത്തത് ഇതെന്താണെന്ന് ഗസ് ഉണ്ടാവും. കണ്ണാടിയാ? മറ്റേ ടേപ്പ്. മാസ്കിന്റെ അല്ല, മാസ്കിന്റെ വാഷിംഗ് ടേപ്പ്. വാഷിംഗ് ടേപ്പ്. സോറി. ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അളിഞ്ഞു കുളഞ്ഞതോ സാധനം. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇതൊക്കെയാണ് അവളുടെ ഗിഫ്റ്റ്. പിന്നെ എല്ലാ ഗിഫ്റ്റിനും കാണിച്ചു തരാം. ഇതൊക്കെ വേസ്റ്റ് ഒക്കെ മാറ്റിക്കട്ടെ. ഫസ്റ്റ് ഒരു വാഷ് ടിപ്പ് കാണിച്ചിട്ടുണ്ട്.
ഫസ്റ്റ് അത് ഫസ്റ്റ് ഒന്നല്ലേ ലാസ്റ്റ് അല്ലേ പിന്നെ എനിക്ക് കുറച്ച് കവായി സ്റ്റിക്കർ ഉണ്ടാക്കിയതും പിന്നെ ഈ കവായി സ്റ്റിക്കേഴ്സിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു തലവരുന്ന ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതൊന്നും കാണാനില്ല. പിന്നെ ഈ ഒരു ചെറിയതും കുടിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് ബുക്ക് ഉണ്ട്. എന്താ നല്ല രസമുണ്ട്. പക്ഷെ എന്താ പേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മളതൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല. നമ്മളെല്ലാം ഇങ്ങനെ സ്കുഷി ഈ ഫുഡി പന്തിൻ്റെ ഇതെന്തിന്റെ ആവശ്യമാണ്? അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇതെന്താ ആവശ്യമാണ്? ശരി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. ഈ ഒരു കാർഡ് വന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേര് അത് ഇനി 2 സ്റ്റിക്കി നോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് വരുന്ന പിന്നെ ഈ ലവ്ലി സിസ്റ്റേഴ്സിൻ്റെ ഒരു സംഭവം ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടിയത് ബ്ലൈൻഡ് ബാഗ് ആണ്. ബ്ലൈൻഡ് ബാഗ് ഉണ്ട്. പിന്നെ വന്നിട്ട് കുറേ കമ്മലുണ്ട്. അത് എൻ്റെ കമ്മൽ തന്നെയാണ് എനിക്ക് തന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കില്ലേന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു.